ഓരോ മണ്ഡലത്തിലേക്ക് കാലുകുത്തുമ്പോഴും കോലാഹലം സൃഷ്ടിച്ച് വാർത്തയിൽ ഇടം പിടിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വീണ്ടും വിവാദ ചൂഴിയിൽപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ നിർണായക രാഷ്ട്രീയ യാത്രയെന്ന നിലയിൽ പ്രചാരണം നടത്തുന്ന പരിപാടി സംഘടനാ ഏകോപനക്കുറവും ആഭ്യന്തര ഭിന്നതകളും കാരണം തുടർച്ചയായി വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. പുതിയ വിഷയം നടക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം കന്റോൺമെന്റ് മൈതാനത്ത് മാർച്ച് 2-ന് നടക്കുന്ന പുതുയുഗ യാത്രാ സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ പ്രമുഖ RSP നേതാക്കളുടെ പേരില്ല. N.K. പ്രേമചന്ദ്രൻ അടക്കമുള്ള RSP നേതാക്കളുടെ ചിത്രങ്ങൾ ഒഴിവാക്കിയ പോസ്റ്ററിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി RSPയിൽ നടക്കുന്ന തമ്മിലടിയിൽ UDF അതൃപ്തരാണെന്നുള്ള വാർത്തകൾക്കിടയിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള നിർണായക പദയാത്രയുടെ പോസ്റ്ററിൽ നിന്ന് RSP പുറത്താകുന്നത്. കാർത്തിക് പ്രേമചന്ദ്രനെ മുന്നോട്ട് വെച്ചുള്ള N.K. പ്രേമചന്ദ്രന്റെ നീക്കങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പാണ് ഉണ്ടായത്. RSP മത്സരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് യുവത്വങ്ങളെ മത്സരിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മാർച്ച് 2-ന് 3 ദിവസം കൂടിയുണ്ട്. എന്തായാലും 2 ദിവസത്തേക്കുള്ള കണ്ടന്റ് നേരത്തെ തന്നിട്ടുണ്ടെന്ന മട്ടിലാണ് സതീശൻ നടത്തുന്ന യാത്ര ജനങ്ങൾക്ക് പുതുയുഗം സമ്മാനിക്കുമോ ഇല്ലയോ എന്നത് സെക്കൻഡറിയാണ്. പൊതുജനത്തിന് യാത്ര കൊണ്ട് ഒരു ഗുണമുണ്ടായി എന്ന് എടുത്തു പറയണം. സതീശന്റെ പുതിയ മുഖങ്ങൾ കാണാനായി. കലുങ്കവേദി സംഘടിപ്പിച്ചപ്പോഴാണല്ലോ സുരേഷ് ഗോപിക്ക് ഒരു കപട മുഖം കൂടിയുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. അടിമാലിയിലെ പുതുയുഗ യാത്ര നടക്കുന്ന വേദികൾ തിക്കും തിരക്കും അനുഭവപ്പെട്ടതോടെ നേതാക്കളെ മാറ്റി നിർത്തിയ സതീശനും കുറ്റ്യാടിയിലെ യാത്രയിലെ ഉന്തും തള്ളുമെല്ലാം നമ്മൾ കണ്ടതാണ്. അത് സ്നേഹത്തള്ളൽ മാത്രമാണെന്ന് ഔദ്യോഗിക വിശദീകരണം നൽകിയാലും ആ സ്നേഹക്കൂടുതൽ പൊതുജനത്തിന് ബോധിച്ചിട്ടില്ല എന്ന കാര്യവും പറയാം. മറ്റൊരു യാത്രയിൽ കലിപ്പിലാക്കിയത് പടക്കം പൊട്ടിച്ചതാണ്. സതീശൻ മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ വിഷു ബാൻ ചെയ്യുമോ എന്നതടക്കം കമന്റുകൾ വന്നു. എന്തായാലും പുതുയുഗ യാത്ര ഇങ്ങനെ പോയാൽ അടിയുഗ യാത്രയാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.